ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കാലണ്ടർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ, ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണ്. ഇത് ഒരു ഗ്രോത്ത് മോഡലാണ് കേട്ടോ. എക്കണോമി എങ്ങനെ ഗ്രോത്തിലേക്ക് നയിക്കാം, ഒരു സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ഗ്രോത്തിലേക്ക് നയിക്കാം എന്ന് കാണിക്കുന്നതാണ്. ഇതിൽ ഈ മോഡൽ കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ക്യാപിറ്റലും ലേബറും ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ എക്കണോമിയിലുള്ളൂ എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത്. നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. കാലണ്ടർ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് ഞാനൊരു ചിത്രം കാണിക്കുന്നുണ്ട്. ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനം, തൊഴിൽ, അതായത് ഹ്യൂമൻസ് എടുക്കുന്ന എഫേർട്ടാണ് ലേബർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ആ മെഷീനറീസ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെഷീനറീസാണ് ഇവിടെ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തിയറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ അസംഷൻസ് ആദ്യം പരിശോധിക്കാം. അതായത് ഇതിൻ്റെ ബേസിലാണ് ഈ തിയറി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അസംഷൻ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഓക്കെ, ഇനി Y = W+P ആണ്. അതായത് Y എന്ന് പറയുന്നത് ഇൻകം. അതായത് ഇൻകം എന്ന് പറയുന്നത് വേജ് പ്ലസ് പ്രോഫിറ്റ്. വേജ് ആർക്കാണ് കിട്ടുന്ന? ലേബറിന്. ലേബറിൻ്റെ റിവാർഡ് വേജ്, നമ്മുടെ ക്യാപിറ്റലിൻ്റെ, അതായത് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ആ മൂലധനത്തിൻ്റെ അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ്. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്, എൻ്റർപ്രണറിന്. ഓക്കെ, അപ്പോൾ ഈ രണ്ട്, അതായത് വേജും പ്രോഫിറ്റും കൂട്ടുമ്പോഴാണ് ഇൻകം കിട്ടുന്നത്. ഓക്കെ, ഇത് മറ്റൊരു അസംഷനാണ്. രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അടുത്തത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാപിറ്റൽ ലേബർ അനുസരിച്ച് എത്ര അനുപാതത്തിൽ ഇൻപുട്ട് കൊടുക്കുന്നോ അതേ അനുപാതത്തിൽ ഔട്ട്പുട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ക്യാപിറ്റൽ ആൻഡ് ലേബർ ആർ കോംപ്ലിമെൻ്ററി, രണ്ടും ഒരുമിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. രണ്ടും കോംപ്ലിമെൻ്റ് വെച്ചാൽ രണ്ടും ഒരുമിച്ചാണ് എംപ്ലോയ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുള്ളത്. അടുത്ത SP ഈസ് ഗ്രേറ്റർ ദാൻ SW. SP എന്ന് പറയുന്നത് MPS ഓഫ് entrepreneurs, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് എൻ്റർപ്രണേഴ്സ്. SW എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് വർക്കേഴ്സ്. ഇതിനർത്ഥം ആരാണ് കൂടുതൽ സേവ് ചെയ്യുന്നത്? എൻ്റർപ്രണേഴ്സ്, അതായത് പ്രോഫിറ്റ് കിട്ടുന്ന ആരാണോ അവരാണ് കൂടുതൽ സേവ് ചെയ്യുന്നത്, അവർ ആരെക്കാട്ടിലും, വർക്കേഴ്സിനെ കാട്ടിയും. അതാണ് അടുത്ത അസംഷൻ. അടുത്തത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഓഫ് ആൻ എക്കോണമി ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ ടെക്നിക്കൽ പ്രോഗ്രസ്. അത് ടെക്നിക്കൽ പ്രോഗ്രസ്സിലൂടെ നമുക്ക് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ സാങ്കേതികവിദ്യ പുരോഗമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മൂലധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. അടുത്ത അസംഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ സേവിങ്സ് കൺസിസ്റ്റ് ഓഫ് സേവിങ് ഔട്ട് ഓഫ് വേജസ് ആൻഡ് സേവിങ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ടോട്ടൽ സേവിങ് വെച്ചാൽ സേവിങ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എത്ര സേവ് ചെയ്യുന്നു, വേജിൽ നിന്ന് എത്ര സേവ് ചെയ്യുന്നു, അതിനോട് കൂട്ടുമ്പോഴാണ് ടോട്ടൽ സേവിങ് കിട്ടുന്നത്. അത് വ്യക്തമാണ്. അടുത്തത് മൊണോപ്പൊളി പവർ എക്സിസ്റ്റ് ഇൻ ദ എക്കോണമി. ഇവിടെ മൊണോപ്പൊളി, ഈ ഒരു ഫേമാണ് എൻ്റയർ എക്കോണമി, അവർ മാത്രമേ ഈ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തത് ദർ ഈസ് എ സ്റ്റേജ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് സോ ദാറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് ഓർ ഇൻകം ഈസ് ഗിവൺ. അതായത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഔട്ട്പുട്ടും ഇൻകവും, ടോട്ടൽ ഔട്ട്പുട്ട് അഥവാ ഇൻകം തന്നിരിക്കുന്നത് ഗിവൺ ആണ്. ഓക്കെ, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇനി ഈ തിയറിയുടെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ പറ്റുന്നത് കാലണ്ടർ എക്സ്പ്ലെയിൻസ് ദ ഗ്രോത്ത് ഓഫ് ആൻ എക്കോണമി ഇൻ ഹിസ് എസ്സേ എ മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഈ എസ്സേയിലാണ് ഇദ്ദേഹം ഈ എക്കണോമിയുടെ ഗ്രോത്തിനെ പറ്റി പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്തത് 1957 ആണ് കേട്ടോ. ഈ മോഡലിൽ, ഇൻ ദിസ് മോഡൽ കാലണ്ടർ ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ സം സൊസൈറ്റീസ് ഗ്രോ സോ മച്ച് ഫാസ്റ്റർ ദാൻ അതേഴ്സ്. ചില സൊസൈറ്റീസ് മറ്റ് ചില സൊസൈറ്റിക്കാട്ടി കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്ന അതിനുള്ള ഉത്തരവായിട്ടാണ് അദ്ദേഹം ഈ മോഡൽ ചെയ്തിരിക്കുന്നത്. ഹിയർ ദ ഇൻകം ഓഫ് ദ എക്കണോമി ഈസ് Y = P+W. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്ലസ് വേജ് ആണ് എക്കണോമിയുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഈ തിയറിയിൽ അദ്ദേഹം പറയുന്നത് കാലണ്ടർ സേസ് ദാറ്റ് S = I. അതായത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. സേവിങ് = ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതേ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്, S = SP + SW. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ S എന്ന് പറയുന്നത് ടോട്ടൽ സേവിങ് ആണ്. നേരത്തെ പറഞ്ഞായിരുന്നു ടോട്ടൽ സേവിങ് എന്ന് പറയുന്നത്. SW എന്ന് പറയുന്നത് സേവിങ് ഓഫ് വർക്കേഴ്സിൻ്റെ സേവിങ്. SP എന്ന് പറയുന്നത് സേവിങ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് കിട്ടി അതിൽ നിന്ന് എത്ര ശതമാനം സേവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സേവിങ് കൊണ്ട് എടുക്കുമ്പോഴാണ് കൂട്ടുമ്പോഴാണ് ടോട്ടൽ സേവിങ് കിട്ടുന്നത്. അപ്പം ഹി മെൻഷൻഡ് ദാറ്റ്. ഇനി മറ്റൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്, SP ഈസ് ഗ്രേറ്റർ ദാൻ SW. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രോഫിറ്റ് കിട്ടുന്ന ആ പ്രോഫിറ്റിൽ നിന്നുള്ള സേവിങ് ആണ് വർക്കേഴ്സിൻ്റെ സേവിങ്ങിനെക്കാട്ടിലും കൂടുതലുള്ളത്.
കൂടുതലായിട്ടുള്ളത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ബിക്കോസ് വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് ഇത് കേട്ടോളാം, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് പ്രൈസ് കൂടുന്നു, കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നു, വില കൂടുന്നു. അപ്പം പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് കൂടുന്നു. അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള സേവിങ്ങും കൂടുന്നു. എന്നാൽ അതിനനുസരിച്ച് വേജിൽ നിന്നുള്ള സേവിങ് കൂടണമെന്നില്ല. വേജ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ്, അല്ലേ? അപ്പം വേജ് മേ നോട്ട് ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് എന്ത് കൂടാൻ വേജ് കൂടും, എന്നാൽ ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ച് വേജ് SW കൂടണമെന്നില്ല. ഓക്കെ, സേവിങ് ഔട്ട് ഓഫ് വേജ് കൂടണം എന്നില്ല, അതാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, വെൻ സേവിങ് ഇൻക്രീസസ്, ഇൻക്രീസസ് 6 മാർക്ക് കൊടുത്തേക്കുന്നത് ഇൻക്രീസ് ആണ് കേട്ടോ. ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് ഡെൽറ്റ കെ കൂടുന്നു. അത് ഡെൽറ്റ കെ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ കൂടുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ കൂടെ ഈ ക്യാപിറ്റൽ അക്യുമുലേഷൻ്റെ കൂടെ ടെക്നോളജിക്കൽ ഗ്രോത്തും കൂടെ, അതായത് ടെക്നോളജിയും കൂടെ വന്നു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിയറിയുടെ അടിസ്ഥാനം. ഇനി ഇദ്ദേഹം ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻകം. അതിന് അടുത്ത ഇക്വേഷൻ കാണിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞതിൻ്റെ ഇക്വേഷൻ ഇതാണ്. P/Y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് I/Y. ഇവിടെ P/Y എന്ന് പറയുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ ടോട്ടൽ ഇൻകം. ഓക്കെ, ടോട്ടൽ ഇൻകത്തിൽ പ്രോഫിറ്റിൻ്റെ പങ്ക് ഈസ് ഈക്വൽ ടു അതിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും I/Y. I/Y എന്താണ്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഇൻകം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പം ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻകം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഇൻകവും കൂടുന്നു, ഇൻകം കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കൂടുന്നു. അതിന് ആ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, MPS ഓഫ് P ഈസ് ഗ്രേറ്റർ ദാൻ MPS ഓഫ് W. അത് ഞാൻ തുടക്കം പറഞ്ഞതാണ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റിൽ നിന്നുള്ള സേവിങ് കൂടുതലും ഏതിനെക്കാട്ടിലും നമ്മുടെ വർക്കേഴ്സിൻ്റെ സേവിങ്ങിനെക്കാട്ടിലും കൂടുതലായിരിക്കും. കൂടുതൽ സേവ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നായിരിക്കും എന്നാണ്. ഓക്കെ, അത് മാത്രമല്ല SP ഈസ് ഗ്രേറ്റർ ദാൻ SW, അതാണ് അത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ ഡയഗ്രം ശ്രദ്ധിക്കാം. ഇതിൽ Y ആക്സിൽ I/Yയും S/Yയുമാണ് കൊടുത്തിരിക്കുന്നത്. X ആക്സിൽ P/Y ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ Y ആക്സിന് പാരലായിട്ട് ഇരിക്കുന്ന ആ N എന്നുള്ള ലൈൻ ശ്രദ്ധിക്കുക. അത് ഇക്വിലിബ്രിയം പ്രോഫിറ്റ് ഷെയർ ആണ് അതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള 3 റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെയുള്ള റെഡ് ലൈനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ആ റെഡ് ലൈനിലെ ഇക്വേഷൻ എന്താണ്? I/Y അഥവാ ആ ബ്രാക്കറ്റിൽ Y0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ Y0 എന്ന് പറയുന്നത് ഇനിഷ്യൽ ഇൻകം ലെവൽ ഓഫ് ആൻ എക്കണോമിയാണ്. അതാണ് I/Y എന്ന് പറയുന്നത്. ഇനി ആ റെഡ് ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ ലൈൻ പോയിട്ടുണ്ട്. അതാണ് സേവിങ് എന്ന് പറയുന്നത്. അപ്പോഴുള്ള I/Y Y0 ആയിരിക്കുമ്പോഴുള്ള സേവിങ് അതിനെ ക്രോസ് ചെയ്ത് പോയിരിക്കുന്ന ബ്ലൂ ലൈൻ ശ്രദ്ധിക്കുക. അതിലെ ഇക്വേഷൻ S/Y ഈസ് ഈക്വൽ ടു Y0 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് അപ്പോഴുള്ള സേവിങ് ആണ്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു ഞാൻ പറഞ്ഞില്ലേ. വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് പ്രോഫിറ്റ് ഇൻക്രീസസ്, പ്രോഫിറ്റ് അതിനോടൊപ്പം കൂടുന്നു. അപ്പോൾ അത് ഞാൻ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ SP ഈസ് ഗ്രേറ്റർ ദാൻ SW എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതിൽ നിന്ന്, അതായത് Y0 നിന്ന് Y1ലേക്ക് എന്ത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദെൻ അടുത്ത തൊട്ട് മുകളിലുള്ള റെഡ് ലൈനിലേക്ക് പോകും. അപ്പോൾ ആ ഇക്വിലിബ്രിയം E0 താഴെയുള്ള E0യിൽ നിന്നും E1ലേക്ക് മാറുന്നു. അപ്പോൾ അവിടെയുള്ള 2 ലൈൻ ശ്രദ്ധിക്കുക. ആ റെഡ് ലൈനും ബ്ലൂ ലൈനും ക്രോസ് ചെയ്യുന്ന ബ്ലൂ ലൈൻ ശ്രദ്ധിക്കുക. അവിടെ Y1 എന്ന് പറയുന്നത് I/Y ആണ്. ഓക്കെ, എന്നതിലേക്ക് ഇൻകം കൂടുന്നുണ്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സേവിങ്ങും കൂടുന്നു. സേവിങ് അപ്പോൾ എന്തായിട്ട് മാറി? S/Y ആയിട്ട് മാറി. ഓക്കെ, എന്താണ്? Y0യിൽ നിന്ന് Y1 ആയിട്ട് മാറി. മനസ്സിലായല്ലോ? സേവിങ് കൂടി. അപ്പം ഈക്വിലിബ്രിയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, E0യിൽ നിന്ന് E1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാജുവലായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈക്വിലിബ്രിയം E1ൽ നിന്ന് E2ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ത് വരും? അവിടുത്തെ ഇനിഷ്യൽ ഇൻകം അഥവാ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? Y2 ആയിട്ട് മാറും. അപ്പോൾ അവിടുത്തെ സേവിങ് എന്ന് പറയുന്നത് S/Y Y2 ഏറ്റവും മുകളിലത്തെ ബ്ലൂ ലൈനായിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഏറ്റവും താഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂടുന്നതിനനുസരിച്ച് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ആയിട്ട് പോകുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്താണ്? ഹിയർ ഇക്വിലിബ്രിയം ഈസ് I/Y ഈസ് ഈക്വൽ ടു S/Y. I/Y എവിടെയാണോ S/Yയിൽ ഈക്വലായിട്ട് എത്തുന്നത് അതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം അവസാനം അദ്ദേഹം പറഞ്ഞാൽ മതിയല്ലേ, കാതലായിട്ടുള്ള ഭാഗം I ഈസ് ഈക്വൽ ടു S. അതാണ് അദ്ദേഹം പറഞ്ഞതാണ് I ഈസ് ഈക്വൽ ടു S. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു സേവിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.